എല്ലാവർക്കും നമസ്കാരം. ഇന്നറിയാൻ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം. ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ഏതാനും പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ തത്വവിചാരത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പായിട്ട് അയോധ്യാകാന്ഡത്തോടെ ദശരഥന്റെ ജീവിതം അവസാനിക്കുകയാണ്. എന്തുകൊണ്ട് ദശരഥന് 10 ദിക്കിലേക്കും സ്വന്തമായി തേരോടിക്കാൻ കഴിവുള്ള, ദേവന്മാര് പോലും വീരത്വത്തിൽ ആദരിക്കുന്ന ഈശ്വരതുല്യരായ 4 പ്രഗത്ഭരായ ആൺമക്കൾ ഉണ്ടായിട്ടും ദശരഥന് ദുരന്തം ഉണ്ടാകുന്നു? അത് ദശരഥന്റെ ഒരു പാഠം നമുക്കുണ്ട്. ദശരഥൻ ഭാരതീയ വർണ്ണവ്യവസ്ഥയും ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളും അനുസരിച്ച് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതാണ് പ്രധാനപ്പെട്ട 4 ആശ്രമങ്ങൾ. ഈ ആശ്രമങ്ങളിൽ ദശരഥൻ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും കഴിഞ്ഞിട്ട് വാനപ്രസ്ഥയാകേണ്ടതിന് പകരം വീണ്ടും ലൗകിക കാമനകളിൽ മുഴുകി. അത് ദശരഥന് വരുന്ന ഒന്നാമത്തെ ദുരന്തമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ദശരഥന് ഉണ്ടായ വിപത്തുക്കൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, ആദ്യം വിവാഹം കഴിച്ചത് ദശരഥ മഹാരാജാവ് കൗസല്യയാണ്. വളരെ കാലം ആ ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു. പിന്നീട് കൗസല്യക്ക് മക്കളില്ലാത്തത് കൊണ്ട് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചു. വാൽമീകി രാമായണം പ്രകാരം ആദ്യം കൗസല്യ വിവാഹം ചെയ്യുന്ന സമയത്ത് ദശരഥൻ കൗസല്യയുടെ പിതാവിനോട് പറഞ്ഞത് ഇവളിലുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാധികാരം കൊടുക്കുന്നതാണ്. ആ വാക്ക് അവിടെ തന്നെയുണ്ട്. കുട്ടികളില്ലാത്തതുകൊണ്ട് വീണ്ടും സുമിത്രയെ വിവാഹം കഴിച്ചു. സുമിത്രയുടെ പിതാവിനും കന്യാശുൽക്കമായിട്ട് ഇവളിലുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കുമെന്ന്. അതിലും മക്കളുണ്ടായില്ല. ഒടുവിലാണ് വൃദ്ധനായപ്പോൾ, പടുകിഴവനായപ്പോൾ, മക്കളുണ്ടാവാനുള്ള മോഹം കൊണ്ട് അല്ലെങ്കിൽ കാമം ആസക്തി കൊണ്ടോ എന്നറിയില്ല, കൈകേയി വിവാഹം കഴിച്ചു. എന്തുകൊണ്ട് ഇത്രയും വൃദ്ധനായ ഒരാൾക്ക് സുന്ദരിയായ മകളെ കൈകേയി രാജാവ് വിവാഹം കഴിച്ചു കൊടുത്തു? 2 ഉദ്ദേശങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഒന്ന്, അന്ന് കൈകേയിയും അതേപോലെ മിഥിലയും തമ്മിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ജനക മഹാരാജാവിനെ ജയിക്കാൻ കൈകേയി രാജാവിന് കഴിഞ്ഞില്ല. സൂത്രശാലിയായ കൈകേയൻ അതിന് ഒരു തടയിടാൻ വേണ്ടിയാണ് അയോധ്യ രാജാവായ, അന്ന് സൈന്യം കൊണ്ടും ശേഷി കൊണ്ടും സമ്പത്ത് കൊണ്ടും വീര്യം കൊണ്ടും ഒക്കെയുള്ള അയോധ്യ രാജാവായ ദശരഥനെ തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ മിഥിലയിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയാം എന്ന് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, ഈ കൈകേയിൽ, എൻ്റെ മകളായ കൈകേയിൽ ജനിക്കുന്ന കുട്ടിക്ക് രാജ്യാവകാശം കിട്ടിയാൽ അത് നയതന്ത്രപരമായിട്ട് എപ്പോഴും കൈകേയവും അയോധ്യവും ചേർന്നാൽ മിഥില പോലുള്ള രാജ്യങ്ങളെ ജയിക്കാമെന്ന ഒരു സ്വാർത്ഥത കൈകേയനുണ്ടായിരുന്നു. മൂന്നാമത്തെ പെണ്ണിനെ കാണുകയും അവളുടെ സൗന്ദര്യം കണ്ട് ഭ്രമിക്കുകയും അവളുടെ മകന് രാജ്യം കൊടുക്കുക എന്നൊക്കെ വാഗ്ദാനം ചെയ്ത ദശരഥൻ 3 വാഗ്ദാനങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. സുമിത്രയുടെ മകനെ, കൗസല്യയുടെ മകനെ, കൈകേയിയുടെ മകന് രാജ്യം കൊടുക്കാം. പക്ഷെ കൈകേയൻ അതിതന്ത്രശാലിയാണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ ദശരഥൻ വാക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്റെ വിശ്വസ്തയായ ഒരു ദാസിയെ, പരിചാരികയെ കൈകേയിയുടെ കൂടെ അയക്കുകയാണ്. ഇത് അയോധ്യാകാന്ഡത്തിൽ നമ്മൾ കാണേണ്ട വലിയൊരു വിഷയമാണ്. അങ്ങനെ പുത്രകാമേഷ്ടി ഉണ്ടാകുന്നു. അശ്വമേധയാഗം, പുത്രകാമേഷ്ടി യാഗത്തിലുള്ള ആ പായസം കഴിച്ച് 3 പത്നിമാരും അജിരേണ ഗർഭിണിയാകുന്നു. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഉണ്ടാകുന്നു. സുമിത്ര ഇരട്ടയാണ് പെറ്റത്, ശത്രുഘ്നെയും ലക്ഷ്മണനെയും. കൈകേയിക്ക് ഒരു മകനാണ് ഭരതൻ, കൗസല്യക്കും ഒരു പുത്രൻ ശ്രീരാമൻ. ഇവിടെ ആ കുട്ടികൾ, രാജകുമാരന്മാർ വളർന്നു വരുമ്പോൾ ഏറ്റവും വ്യാധിയായി അല്ലെങ്കിൽ ഒരു മാനസികമായ വലിയൊരു വിഭ്രാന്തിയിലായി ദശരഥൻ. ഇത് അയോധ്യാകാന്ഡത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ടായിരിക്കാം 3 മഹാരാജ്ഞിമാരുടെയും പിതാക്കന്മാർക്ക് മക്കളെ രാജാവാക്കാം എന്ന് വാക്ക് കൊടുത്തത്
കൊണ്ടുള്ള സമനില തെറ്റിയ ദശരഥൻ. ദശരഥനെ സംബന്ധിച്ച് മൂത്ത മകനായ രാമൻ കഴിഞ്ഞേ ആരുമുള്ളൂ. ജനഹിതവും രാമൻ അനുകൂലമാണ്. ഇപ്പൊ രാമന് രാജാവാക്കണം. പക്ഷെ ഹൃദയത്തിൽ താൻ കൊടുത്ത വാക്ക് ഇങ്ങനെ ചുരമാന്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ തന്ത്രപൂർവം മറിയിടാനാണ് ദശരഥൻ ഭരതനെയും ശത്രുഘ്നെയും ഭരതന്റെ മാതാവിന്റെ രാജ്യമായ കേകയത്തിലേക്ക് അയച്ചു. നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വളരെ തിടുക്കത്തിൽ സുപ്രധാനമായൊരു തീരുമാനമെടുക്കുകയാണ്. രാമന്റെ പട്ടാഭിഷേകം. ഇത്തരം വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രാഥമികമായി അറിയേണ്ട ആളുകളൊക്കെ ഉണ്ട്. ആരെയും അറിയിച്ചില്ല. 3 പത്നിമാരെ അറിയിച്ചില്ല. സൗഹൃദത്തിലുള്ള രാജ്യങ്ങളെ അറിയിച്ചില്ല. മക്കളെ അറിയിച്ചില്ല. സേനാപതിയെ അറിയിച്ചില്ല. കുലഗുരുവിനെ അറിയിച്ചില്ല. നാളെ പട്ടാഭിഷേകം എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമുക്കറിയാം എന്താണ് ഇതിൽ രാമായണം നൽകുന്ന പാഠം. അതായത് ഏത് ചെറിയ കാര്യമായാലും ഏത് വലിയ തീരുമാനമായാലും വേണ്ടപ്പെട്ട പൗരസമ്മതം ബന്ധുജനങ്ങളുടെ അനുവാദം വാങ്ങിയിട്ടില്ലെങ്കിൽ വലിയ ദുരന്തമാണ് ഇനി ദശരഥന് സംഭവിക്കുന്നത്. അദ്ദേഹം ഈ തീരുമാനം അറിയിച്ചു. തീരുമാനം അറിയിക്കുമ്പോഴേക്കും മന്ധര വഴി കൈകേയിയെ അറിയുന്നു. കൈകേയി തൻ്റെ മുൻവരം ആവശ്യപ്പെട്ട് പട്ടാഭിഷേകം തടയുന്നു. പട്ടാഭിഷേകം തടഞ്ഞ് രാമനെ കാട്ടിലേക്ക് അയക്കുന്നു. സത്യവാദിയായ രാമൻ അച്ഛന് വേണ്ടി കാട്ടിലേക്ക് കാടകം പോകാൻ തയ്യാറാകുന്നു. ഇപ്പൊ ഇവിടെ പുത്രധർമ്മത്തെ പറ്റി ധാരാളം വാദങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഉത്തമനായ മകൻ എങ്ങനെയായിരിക്കണം? മധ്യമനായ മകൻ എങ്ങനെയായിരിക്കണം? അധമനായ മകൻ എങ്ങനെയായിരിക്കും? മകൻ ഇപ്പൊ അച്ഛൻ ഒരു കാര്യം തീരുമാനിക്കുന്നു, പിതാവ്. അധമനായ മകൻ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് തന്റെ കാര്യം ചെയ്യും. മധ്യമനായ മകൻ ഈ കാര്യം പറഞ്ഞ് ലോകരോട് പറയുകയും ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷെ ഉത്തമനായ മകൻ അച്ഛൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും അച്ഛന് വേണ്ടി സത്യത്തിന്റെ പാത തുടരുന്നു. ഇതാണ് രാമന്റെ പുത്രധർമ്മം എന്ന് രാമായണത്തിലേക്ക് നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ഭരതൻ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ നടന്നു. രാമാദികൾ ലക്ഷ്മണനും സീതയൊക്കെ കാട്ടിലേക്ക് പോയി. ദശരഥന് 4 ആൺമക്കളുണ്ടായിട്ട് ആരെയും രാജ്യാധികാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. രാമനും ലക്ഷ്മണനും കാട്ടിൽ, ഭരതനും ശത്രുഘ്നനും കേകയത്തിൽ. തൻ്റെ ഉടപ്പിറന്ന 4 മക്കളും ഇല്ലാതെ പുത്രശോകം കൊണ്ട് മരിക്കട്ടെ എന്നൊരു ശാപം ദശരഥനുണ്ടായിരുന്നു. ആ ശാപം ഇപ്പോൾ മരണാസന്നനായി തൻ്റെ പത്നിയുടെ മടിയിൽ, കൗസല്യയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഓർമ്മിക്കുന്നുണ്ട്. കൗസല്യെ, ഞാൻ യൗവനകാലത്തൊരു തെറ്റ് ചെയ്തു. കൗമാരകാലത്ത് ഞാൻ നായാടിന് കാട്ടിൽ പോയപ്പോൾ സാധുമൃഗങ്ങളെ വേട്ടയാടരുത് എന്നറിഞ്ഞിട്ടും, സന്ധ്യാവേളയിൽ വേട്ടയാടരുത് എന്നറിഞ്ഞിട്ടും ഞാൻ കാട്ടിലേക്ക് പോയി. ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ശബ്ദവേദിനി പ്രയോഗിച്ച് അസ്ത്രമയച്ചപ്പോൾ അത് മുനികുമാരന്റെ മാറിലാണ് പതിച്ചത്. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. ഞാൻ അവന്റെ പിതാവിന്റെയും മാതാവിന്റെ അടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വഴിയിൽ മരിച്ചു. മകനെ പ്രതീക്ഷിച്ച് സന്ധ്യാപൂജക്ക് ഇരിക്കുന്ന ആ ശ്രവണകുമാരന്റെ മാതാപിതാക്കളെ വിവരമറിയിച്ചു. അവർ ഓടി വന്ന്, അന്ധരായിട്ടവരെ വന്ന് മകനെ കണ്ട് വിലപിച്ചിട്ട് പറയുന്ന ഒരു ഹൃദയഹാരിയായ രംഗമുണ്ട് രാമായണം. ഒടുവിൽ അവർക്ക് വേണ്ടി ഈ ദശരഥൻ അവനെ ചിതയിലേക്ക് വെക്കുന്നു. ചിതയിലേക്ക് മകന്റെ ചിതയിലേക്ക് അന്ധരായ മാതാപിതാക്കൾ ചാടി ആത്മാഹുതി ചെയ്യുമ്പോൾ ഒരു ശാപം കൊടുത്തു. നീയും അവസാന കാലത്ത് പുത്രവ്യഥ കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കട്ടെ എന്ന്. ഇത് രാമായണം നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗം നാളെ തുടരാം. നമസ്തേ.
വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.